ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ആലീസ് വർഗീസ്, മുംബൈയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ജീവിത പങ്കാളി വർഗീസ്. ഞങ്ങൾ 2019 മുതൽ ഉടമ്പടിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. 2 വർഷം മുമ്പേ എൻ്റെ ജീവിത പങ്കാളിക്ക് 2 കണ്ണിനും കാറ്ററാക്റ്റിൻ്റെ അസുഖം ഉണ്ടായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അപ്പം നല്ല ചൂടുകാലമായതിനാൽ 15 ദിവസത്തേക്ക് തല കുളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് കാരണം ഞങ്ങൾ വിചാരിച്ചു മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇരുന്നു. എന്നിട്ട് അത് 2 വർഷം അങ്ങനെ അങ്ങ് നീണ്ടുപോയി. കാരണം ഇടയ്ക്കങ്ങ് മടിച്ചു. സന്ധ്യ കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാറ്ററാക്റ്റിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട്. എന്നിട്ട് അത് അറിഞ്ഞ ദിവസം മുതൽ തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന കഴിയുന്ന ഉടനെ ഉടമ്പടി തൈലം 2 കണ്ണിൻ്റെയും പോളയിൽ പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 2 മാസം മുന്നേ ഒരു ദിവസം മുഖം കഴുകുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി എന്നോട് പറഞ്ഞു, എൻ്റെ കണ്ണിൽ നിന്നും എന്തോ അടർന്നു വീണതായിട്ട് തോന്നുന്നു, വെളുത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പം കണ്ണിൽ ചൂട് കാരണം ചീമ്പലായിരിക്കുമെന്ന്. അപ്പോൾ പറഞ്ഞേ അതല്ല, എൻ്റെ കണ്ണിൽ നിന്ന് എന്തോ ഒരു സാധനം അടർന്നു പോയിന്ന്. പിന്നെ ഞങ്ങൾ കണ്ണാടി മാറണമെന്ന്, ഒരു കണ്ണാടി ഉണ്ടായിരുന്നത് കളഞ്ഞു പോയി. അപ്പോൾ പുതിയ കണ്ണാടി വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് പോയി. അവിടെ ചെന്ന് ചെക്ക് ചെയ്തോടനെ കണ്ണിൽ കാറ്ററാക്റ്റ് ഇല്ലയെന്ന് അവർ സ്ഥിരീകരിക്കുകയും കണ്ണിൽ ആ പഴയ നേരത്തെ വെച്ചുകൊണ്ടിരുന്ന ആ കണ്ണാടി തന്നെ വെച്ചാൽ മതിയെന്ന് പറയുകയും ചെയ്തു. കാരണം റീഡിങ്ങിന് വേണ്ടി കണ്ണാടി ആവശ്യമായിരുന്നു, അത് ചെയ്താൽ മതിയെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ പൂർണ്ണ സൗഖ്യം കണ്ണിന് കിട്ടി, ഒരു ഓപ്പറേഷനും കൂടാതെ. മാതാവിന് തിരുക്കുമാരനും 1000 നന്ദി. അതുപോലെ 12 വർഷമായിട്ട് എനിക്ക് തൈറോയിഡുണ്ട്. അപ്പോൾ ആ തൈറോയിഡിന് ഞാൻ 100 mgയുടെ മരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ അങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കാനിടയായി. ഒരു സഹോദരിക്ക് കുറേ വർഷങ്ങളായിട്ടുള്ള തൈറോയിഡ് ഇവിടുത്തെ ഉടമ്പടി തൈലവും ഉപ്പും തേനും കഴിച്ചതിൻ്റെ ഫലമായിട്ട് മാറിക്കിട്ടിയെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഉടമ്പടിയിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആളാണ്, എന്തുകൊണ്ട് എനിക്കും അങ്ങനെ ചെയ്തുകൂടാ. പിറ്റേ ദിവസം മുതൽ ഞാൻ മരുന്ന് 100 mgയുടെ ആ മരുന്ന് ഉപേക്ഷിച്ചിട്ട് ഉടമ്പടി തൈലം രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ തൊണ്ടയിൽ പുരട്ടുകയും ഉപ്പും തേനും കഴിക്കുകയും ചെയ്തു. ഇത്രയും വർഷമായിട്ട്, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമായി പൂർണ്ണമായിട്ട് എപ്പോൾ ചെക്ക് ചെയ്താലും എൻ്റെ തൈറോയിഡ് നോർമലാണ്. യാതൊരു പ്രശ്നവും തൈറോയിഡിൻ്റേതായിട്ടുള്ളത് എനിക്കിപ്പോൾ ഇല്ല. മൂന്നാമതായിട്ട് 25 വർഷമായിട്ട് എൻ്റെ വസ്തുവിൻ്റെ പോക്കുവരവ് നടക്കാതെ കിടക്കുകയായിരുന്നു. അത് നേരത്തെ വസ്തു എഴുതിയ സമയത്ത് പോക്കുവരവ് ചെയ്യാനായിട്ട് വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുത്തെങ്കിലും പിന്നീട് ഞങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ, ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാതെ വന്നു. അപ്പോൾ ആ സമയത്ത് അതങ്ങ് മറന്നു പോവുകയും ചെയ്തു. ഇപ്പോൾ 1 വർഷം മുന്നെയാണ് ഞങ്ങളത് അറിയുന്നത്, അതിന് പോക്കുവരവ് ചെയ്തിട്ടില്ല, അതിന് കരമടയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം. അങ്ങനെ ആ വില്ലേജ് ഓഫീസിൽ പോയി, സാധാരണയാണെങ്കിൽ പെട്ടെന്നൊന്നും അത് സാധിച്ചു കിട്ടുകയില്ല. 2-3 വർഷമായവരുടെയൊക്കെ അപേക്ഷകൾ അവിടെ കിടക്കുകയാണെന്നാണ് അറിഞ്ഞ ആൾക്കാരൊക്കെ ഞങ്ങളോട് പറഞ്ഞത്. ഞാൻ അവിടെ പോയിട്ട്, ഞങ്ങൾ 2 ആളും കൂടാണ് പോയത്. അവിടെ ചെന്ന് ഉടമ്പടി ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി വില്ലേജ് ഓഫീസറുടെ മേശയുടെ സൈഡിലായിട്ട് ആരും ചവിട്ടാത്തടത്തായിട്ട് ഇട്ടു, പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ പെട്ടെന്ന് തന്നെ ആ വില്ലേജ് ഓഫീസർ അത് എൻ്റെ അപേക്ഷകളെല്ലാം നോക്കുകയും 4 ദിവസത്തിനുള്ളിൽ തന്നെ അതെല്ലാം ശരിയാക്കി തരികയും ചെയ്തു. അത് ആ ഓഫീസിലുള്ളവർക്കും അതിശയമായിരുന്നു. ആ ചുറ്റുവട്ടത്തുള്ള കേട്ട എല്ലാ ആൾക്കാരും പറഞ്ഞു, ഒരു കാരണവശാലും ആ ഓഫീസർ അങ്ങനെ ചെയ്യുകയില്ല, കാരണം നല്ല കൈക്കൂലി വാങ്ങിക്കുന്ന ആളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും പ്രത്യേകം പെട്ടെന്ന് കിട്ടിയെന്നുള്ളത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. 6 മാസം മുമ്പ് എനിക്ക് ഒരു ബ്ലീഡിങ് ഉണ്ടായി. അപ്പോൾ ആ ബ്ലീഡിങ്ങിൻ്റെ സമയത്ത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകുകയും ഡോക്ടറെ കാണിക്കാൻ പോകുന്ന സമയത്ത് തന്നെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലവും ഉപ്പും തേനും എല്ലാം ഉപയോഗിക്കുകയും സോണോഗ്രഫി എടുക്കുന്ന സമയത്ത് കാശുരൂപം കയ്യിൽ പിടിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. ദൈവകൃപയാൽ റിപ്പോർട്ടെല്ലാം നോർമലായിട്ട് വന്നു, യാതൊരു പ്രശ്നവും ഇല്ലാതിരുന്നു. അതുപോലെ എൻ്റെ ബ്രസ്റ്റിന് ഒരു ചെറിയ തടിപ്പ്, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള തടിപ്പും വേദനയും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഡോക്ടറെ കാണിച്ചുടനെ സോണോമാമോഗ്രഫി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം സോണോമാമോഗ്രഫി എടുക്കാൻ പോയ സമയത്ത് ഞങ്ങൾ വളരെ പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലമൊക്കെ പുരട്ടി ഉപ്പും തേനും കഴിച്ചിട്ടാണ് പോയത്. അവിടെ ചെന്ന് ഇതെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് വളരെ നോർമലാണെന്ന് കണ്ടു. അതിന് പരിശുദ്ധ അമ്മയ്ക്ക് 1000 കോടി നന്ദി. പിന്നെ വേറൊരെണ്ണം ഉള്ളത്, ഞങ്ങൾ മുംബൈയിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ ഫ്ലാറ്റാണ്. അപ്പോൾ അതിൻ്റെ 1ാമത്തെ നില മുതൽ ആൾക്കാർ താമസിക്കുന്ന 7 നില വരെയുണ്ട്. താഴത്തെ നിലയിൽ മുഴുവൻ കടകളാണ്. അപ്പം ആ കടകൾക്ക് മുമ്പിൽ കുറേയേറെ സ്ഥലം ഉണ്ട്. അത് ഹൗസിംഗ് സൊസൈറ്റിയുടേതാണ്. പക്ഷേ അത് കടക്കാരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. പക്ഷേ അവർ അത് ഇല്ലീഗലി അക്വയർ ചെയ്തെടുത്തു. അപ്പം ഹൗസിംഗ് സൊസൈറ്റിയിൽ ഉള്ള താമസക്കാരും
കടക്കാരും തമ്മിൽ അത് വഴക്കായി, അവസാനം കേസായി. കേസ് 3 വർഷത്തോളം നടന്നു. യാതൊരു വിധത്തിലും അത് നമുക്ക് അനുകൂലമല്ല എന്ന് കണ്ടു. കാരണം അവരത്രയേറെ കൈക്കൂലി കൊടുത്ത് മുനിസിപ്പാലിറ്റിയിൽ അത് ഒതുക്കിക്കൊണ്ട് പോവുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഈ ഹസ്ബൻഡായിരുന്നു ഹൗസിംഗ് സൊസൈറ്റിയുടെ ചെയർമാനായിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളത് ഉടമ്പടിയിൽ ഞാനത് വെക്കുകയും എല്ലാ ദിവസവും അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മ വേഗം തന്നെ ഒരു സൊല്യൂഷൻ മനസ്സിൽ തോന്നിച്ചു. MLA പോയി കണ്ട് സംസാരിക്കാനായിട്ട്. അവിടുത്തെ MLA പോയി കണ്ട് സംസാരിച്ചു. MLA ഉടൻ തന്നെ മേയറെ വിളിച്ച് സംസാരിക്കുകയും മേയർ മുനിസിപ്പൽ കൗൺസിലർക്ക് ഉടൻ തന്നെ ഓർഡർ കൊടുത്ത് എത്രയും പെട്ടെന്ന് ഇല്ലീഗലി അവർ കെട്ടിയിരിക്കുന്ന എല്ലാം പൊളിച്ചു മാറ്റണമെന്ന്. അത് പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ അതെല്ലാം സംഭവിച്ചു. പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എല്ലാവരോടും ഞങ്ങളതൊരു സാക്ഷ്യമായിട്ട് പറയുകയും ചെയ്തു. കാരണം എല്ലാവർക്കും അറിയായിരുന്നു അത് ഒരു കാരണവശാലും അത് മാറ്റാൻ പറ്റുകയില്ല എന്നുള്ളത്. പരിശുദ്ധ അമ്മ അത് ഏറ്റെടുത്ത് നടത്തുകയാണ് ചെയ്തത്. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾ പല ഭാഷകളിലുള്ള ബൈബിളുകൾ എല്ലാം വാങ്ങിച്ച് പിന്നെ പലർക്കായിട്ട് വിതരണം ചെയ്യുന്നു. മറാഠി, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളത്തിൽ വേണ്ടവർക്ക് അത് ചോദിക്കുന്നവർക്കല്ല, 1ഉം 2ഉമല്ല, കുറേ ഏറെ അങ്ങനെ ചെയ്യുന്നു. പിന്നെ വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ലാതെ പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ചെറിയ എമൗണ്ടല്ല, ദൈവം അനുവദിച്ച നല്ല എമൗണ്ടുകൾ തന്നെ കൊടുത്ത് അവരെ സഹായിക്കുന്നു. രോഗികൾക്കൊക്കെ മരുന്ന് വാങ്ങിക്കാനും മരുന്ന് വാങ്ങിച്ചു കൊടുക്കുകയും അല്ലാതെ മരുന്ന് വാങ്ങിക്കാനും ഹോസ്പിറ്റലിൽ പോകാൻ സൗകര്യമില്ലാത്തവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഒക്കെയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. രോഗീ സന്ദർശനം ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറാഠി, ഹിന്ദി, കൊങ്കിണി, ഇംഗ്ലീഷ് അങ്ങനെയുള്ള പേപ്പറുകളെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ അത് ഉടമ്പടി ഉപ്പും തൈലവും തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ 2 പേരുമായിട്ടാണ് നടന്ന് എല്ലാവർക്കും കൊടുക്കുന്നത്. ഇപ്രാവശ്യം കുറേയേറെ വാങ്ങിച്ചിട്ടുണ്ട് കൊണ്ടുപോയി കൊടുക്കാനായിട്ട്. അതുപോലെ ഉടമ്പടി ഉപ്പ്, തേന് ഇത് ചോദിക്കുന്ന, അതുപോലെ കാശിരൂപങ്ങൾ, വെഞ്ചരിച്ചത്, കൊന്ത, ഇതൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കും. കാരണം പലർക്കും ഇവിടെ കൃപാസനത്ത് വരാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും ഇത് കൊണ്ടു കൊടുക്കുകയും അവരോട് ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. മറാഠികൾക്കൊക്കെ ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട്. പലരും ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്നേഹത്തിലും പരിചയത്തിലുള്ള ഒത്തിരി വ്യക്തികൾ ഞങ്ങൾ കാരണം ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ആത്മീയ ഉന്നതി എന്ന് പറയാൻ, ഞാൻ മാർത്തോമാ സഭയിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. എന്നെ വിവാഹം കഴിച്ചത് കാത്തലിക്കിലാണ്. അത് കാരണം എനിക്ക് ജപമാലയോടൊന്നും വലിയ ഭക്തിയൊന്നും ഇല്ലായിരുന്നു. കാരണം അറിയാൻ വയ്യാത്തത് കൊണ്ടുള്ള ഇതായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ജപമാലയോട് അടങ്ങാത്ത ഒരു സ്നേഹവും ഭക്തിയും എല്ലാം വരികയും ഡെയിലി ഏറ്റവും കുറഞ്ഞത് 4 ജപമാല, സമ്പൂർണ്ണ ജപമാല ചൊല്ലും. പിന്നെ കുടുംബ പ്രാർത്ഥനയ്ക്ക് സ്പെഷ്യലായിട്ട് ചൊല്ലും. പിന്നെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന മുടക്കുകയില്ല. പറ്റുന്ന സമയത്തെല്ലാം ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയിരിക്കും. പിന്നെ ഇപ്പം ബൈബിള് 11 പ്രാവശ്യം കംപ്ലീറ്റായിട്ട് വായിച്ച് തീർത്തിട്ടുണ്ട്. ഇപ്പോഴും വായന വീണ്ടും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ അറിയാൻ പറ്റുന്ന എല്ലാവർക്കും കൃപാസനത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാവർക്കും ഷെയർ ചെയ്യും. വചനങ്ങളെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും. ആ വചനങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ പലരും പറയും വളരെ സന്തോഷം തോന്നുന്നുണ്ട്, ആ വചനം ഞങ്ങൾ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾക്ക് ഒത്തിരി സമാധാനവും സന്തോഷവും തോന്നുന്നുണ്ട്. ഹിന്ദുക്കളായാലും ഒക്കെ ഒത്തിരി പേർക്ക് ഒരുപാട് സമാധാനം അങ്ങനെ കിട്ടുന്നുണ്ടെന്നൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എൻ്റേതായിരിക്കും, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ അവകാശമായിരിക്കും. പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും. തങ്ങൾക്ക് കിട്ടിയ രോഗസൗഖ്യാനുഭവങ്ങൾ, അതുപോലെ അതൊക്കെ എത്ര വർഷമായിട്ട് ഓരോന്നും തങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നതാണ്. ഓപ്പറേഷനൊക്കെ പറഞ്ഞിരുന്ന പല കാര്യങ്ങൾ, അതൊന്നും ഓപ്പറേഷൻ കൂടാതെ തന്നെ സൗഖ്യാനുഭവമായിട്ട് മാറുന്നു. അപ്പോഴാണ് വിശേഷ വിധിയായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ഈശോ ചോദിക്കുന്നതിന് ഉത്തരം ഈ മക്കൾ പറയുന്നത് അവരുടെ ജീവിതത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, അതിനുള്ള പ്രാധാന്യം, അത് മാക്സിമം എഫേർട്ട് എടുക്കുകയാണ്. സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഈ ഒരു പരിപൂർണതയുടെ
ജീവിതത്തിൽ ഇന്ന് ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങൾ, രോഗസൗഖ്യ അനുഭവങ്ങൾ, ഇതൊക്കെ തങ്ങൾക്ക് ലഭിക്കുമ്പോഴും അതുപോലെ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസൊക്കെയുള്ള പല കാര്യങ്ങൾ, അതിൽ നിന്നൊക്കെ തങ്ങൾക്ക് ഒരു വിടുതൽ ലഭിക്കുന്നു. 3 വർഷത്തോളം കേസ് നടന്നിട്ടും യാതൊരു പ്രയോജനവും ഇല്ലാതിരുന്ന കാര്യങ്ങളൊക്കെ പരിശുദ്ധ അമ്മയെ വിളിക്കുമ്പോൾ സ്ഥലത്തെ മേയറേക്കാളും തങ്ങൾക്ക് വിളിക്കുവാനായിട്ട് ഉള്ളത് സ്വർഗത്തിൻ്റെ അമ്മയാണെന്ന് ഇവിടെ ഇവർ പ്രസ്താവിക്കുകയാണ്. അങ്ങനെ അമ്മയിലൂടെ തങ്ങൾക്ക് ലഭിച്ച ഈശോ നൽകിയ കൃപകൾക്ക് ഈ മക്കൾ നന്ദി പറയുമ്പോൾ 25 വർഷമായി പോക്കുവരവില്ലാതെ കിടന്ന തങ്ങളുടെ വസ്തു 4 ദിവസം കൊണ്ട് അത് ചെയ്തു കിട്ടി എന്നൊക്കെയാണ് പറയുക. ഓരോന്നിനും ഇവിടെ വർഷങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് സമയച്ചുരുക്കം എങ്ങനെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ജീവിതത്തിൽ അമ്മയിലൂടെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാവുന്ന അനുഭവങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുക. ഈ കുടുംബത്തിന് പ്രത്യേകിച്ച് തങ്ങളുടെ ആത്മീയ ജീവിതം എത്ര പ്രാവശ്യം ബൈബിൾ വായിക്കുന്നു, അതും പല ഭാഷകളിലുള്ള ബൈബിളൊക്കെ വാങ്ങിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള ഒരു തീഷ്ണത. തിരുവചനം നാം വായിക്കുമ്പോൾ ഈശോയെ തന്നെയാണ് നാം വായിക്കുക. ഈശോ നമ്മെ വായിക്കുന്ന ആ ഒരു അനുഭവം അത് ഹൃദ്യമായിട്ട് നമുക്ക് മാറണമെങ്കിൽ തീർച്ചയായും നാം ഈശോയിൽ ജീവിക്കുന്നവരാകണം, ഈശോയെ കൊണ്ട് നിറയുന്നവരാകണം. 11 പ്രാവശ്യമൊക്കെ 10 പ്രാവശ്യം വായിച്ചു തീർത്തു, 11ാമത് തുടങ്ങി എന്നാണ് പറയുക. അതെല്ലാം ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കൃപയായിട്ട് ഈ കുടുംബം ഇന്ന് കാണുമ്പോൾ നമുക്കും നന്ദിയോടെ കരങ്ങൾ കൂപ്പി ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.